എവിടേക്കാ? സാറേ ഒന്ന് തട്ടി വെച്ചേ. ആരുടെ സ്റ്റാൻഡ് ഒന്ന് തട്ടി വെക്കൂ. സ്റ്റാൻഡോ? നോക്കിയിട്ട് കിട്ടണില്ല. കുഴപ്പമില്ല. ഞാൻ തട്ടാം. ഓക്കെ ഇറങ്ങി സാറേ. അല്ല ഇവിടെ അളന്നാണ് സാറേ 2-3 തവണ. അല്ല സാറേ ഇവിടെ 3 തവണ വന്നാണ് സാറ്. സാറേ അതെ, ഓർമ്മയില്ലാതെ ചെറിയൊരു മിസ്റ്റേക്ക് പറ്റി ഞങ്ങൾക്ക്. ഈ ടേപ്പ് കംപ്ലൈന്റ് ആയിരുന്നു അന്ന് കൊണ്ടുവന്നതേ. അതിൽ 1 മീറ്റർ കുറവായിരുന്നു. അത് സാറ് കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോ പറഞ്ഞു. അത് അതിന് മുമ്പ് എലി തിന്ന ടേപ്പായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ കൊണ്ടുവന്ന് അത് പിള്ളേരെന്തോ എടുത്ത് കളിച്ച് കത്തിരിയിട്ട് വെട്ടിയതാണ്. സാറേ രണ്ടാമത് വന്നപ്പോ സാറ് അത് പറഞ്ഞിട്ട് അത് കുഴപ്പമില്ല സാറേ, ഞാൻ നോക്കിയതാണ്. അയ്യോ സർവേർ സാർ ഇവിടെ ഉണ്ടായിരുന്നു, ഞാൻ അറിഞ്ഞില്ല. സാറിന്ന് അളന്ന് ഒപ്പിട്ട് വിടണേ. സാറേ അത് അറിയാം ഒരു പ്രാന്തന ഒരു പണിക്കാരൻ ഇന്ന് വന്നോളൂ. ഞാൻ പറഞ്ഞിടാ ഒരു 1.5 മീറ്ററിന്റെ കുഴപ്പമുണ്ട്, അത് നമുക്ക് കണ്ടെത്തണം. പൊന്നാ സാറേ ഉണ്ട്. ബട്ടൺ പിടിക്ക്. 1.5 മീറ്റർ അന്ന് കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോ സാറൊക്കെ ശരിയാക്കിയതാ. ഒരു കുഴപ്പമില്ല. ഒരു 1/2 മീറ്ററിന്റെ കുഴപ്പം. ഇവിടെ അങ്ങനെ ഒരു കുഴപ്പമില്ല. സോറി ചേട്ടാ, സോറി. അത് ഇവിടെ അല്ല. പോസ്റ്റ് ഓഫീസിന്റെ അടുത്ത് കോയയുടെ വേറൊരു സൈറ്റ് ഇല്ലേ പണി കിടക്കണം, അവിടെയാണ് 1.5 മീറ്ററിന്റെ കുഴപ്പം. അവിടെ ഇപ്പൊ ഞാൻ ഇല്ല. ആ പണി നമ്മുടെ അല്ല. നമ്മളല്ല അവിടെ. അത് ഞാൻ വിട്ടോ ആ പണി ഞാൻ വിട്ട്. എന്നാ മോഹനം കോൺട്രാക്ടർ ആയിരിക്കും. എന്ത് നിങ്ങൾ എന്തെല്ലാരും ഇവിടെ എന്ത് പരിപാടി? അല്ല ഇവിടെ പണി നടക്കുന്ന പണി. പിന്നെ കോയ അതിനല്ലോ ഇവിടെ ഇഷ്ടംപോലെ സ്ഥലം കിടക്കല്ലേ. 1-2 റൂമുകൾ ഇവിടെ ഇറക്കിക്കോ, കെട്ടിക്കോ. അടുത്ത സൈറ്റ് എങ്ങനെ പോണ്? നമ്മള് അങ്ങനെയൊന്നുമില്ല. ഇനിയിങ്ങനെ പോയി കറങ്ങണം. കുറച്ച് ഒന്ന് കറങ്ങി എത്തണ്ടേ. ഇത് ആര് സാർ? പുതിയ സാറാണോ? ഇത് എന്റെ കൊല്ലത്തെ കുഞ്ഞമ്മേടെ മോൻ. അവനെ പണിയൊന്നുമില്ല, അങ്ങനെ നിൽക്കണം. പിന്നെ ഞാൻ പറഞ്ഞു പോവാ എന്റെ ഇവിടെ കൂടാന്ന്. പിന്നെ ആ മറ്റേ സത്യശീലന്റെ വീട് പണിഞ്ഞൊരു ചോർച്ച ഉണ്ടെന്ന് പറയുന്ന കേട്ടു. അല്ല അത് ചെറിയൊരു കിനിവ് സാറേ, അത് നമ്മുടെതല്ല. അവര് വേറെ എന്തിന്റെ അങ്ങടെ നല്ലോണം സോറിനുണ്ട്. ആ ജോർജിന്റെ വീട്ടിലും ഉണ്ട്. അപ്പൊ ശരി, പടികളടക്കട്ടെ. ശരി സാറേ. സാറിന് പൈസ കൊടുത്തല്ലേ എനിക്ക് പൈസ തന്നെ. പൈസ ഇല്ല. എനിക്ക് പൈസ കിട്ടട്ടെ. പോയി പണിയാ അവിടെ. പൈസ ഇല്ല, ഖാനായില്ല, പൈസ ഇല്ല. കുഞ്ഞമ്മയുടെ മോനായിട്ട് ഇറങ്ങിയേക്കാ പിരിവിന്. പണി തന്നെ. ആ മൊയ്തുക്കാ, ഞാൻ അങ്ങോട്ട് വിളിക്കാൻ കയറുന്നേ. അതെ ആ ഓവർസിയർ പിന്നെ വന്നിട്ടുണ്ടായിരുന്നു. എന്താ മൂപ്പരിപ്പോ 2-3 പ്രാവശ്യം ഇപ്പൊ അളക്കാൻ പറഞ്ഞ. ആ റോട്ടിന്ന് 1.5 മീറ്റർ അങ്ങനെന്നൊക്കെ പറഞ്ഞിട്ട് ഇല്ലാന്നേ കായ് കിട്ടാൻ വേണ്ടിട്ട് ഓരോ തരികട പറഞ്ഞിട്ട് വരും. അപ്പൊ പിന്നല്ലാണ്ട് അങ്ങനെ അല്ലെങ്കിൽ മേത്തുനിന്ന് പോവില്ലേ. അപ്പതേ ഞാനപ്പോ അങ്ങനെ കുറച്ച് കായ് ഇപ്പൊ അതൊക്കെ കൂടെ ഇപ്പൊ കുറച്ച് കായ് ആയിട്ടുണ്ട്. അത് ഞാൻ പറയാം. ഞാനേ കണക്ക് മൊത്തത്തിലൊന്ന് കൂട്ടിയിട്ട് ഞാൻ അങ്ങോട്ട് അയക്കുന്നുണ്ട്. ഇതൊന്നും ഇപ്പൊ നമ്മുടെ പണിക്കാരുണ്ട് കേട്ടോ. അപ്പൊ ഞാൻ വിളിക്കാം. വേറെ ഒന്നുമില്ലല്ലോ. ശരി ആയിക്കോട്ടെ, ഞാൻ വൈകുന്നേരം വിളിക്കാം. ആയിക്കോട്ടെ ശരി. എന്തൊരു ഇടങ്ങറാന്ന് ആലോചിച്ച് നോക്കി. വെറുതെ ഇവിടെ മൂത്രം നിറഞ്ഞ ഇതൊന്ന് പറഞ്ഞൂടെ ഇങ്ങക്ക്? അല്ല അതെന്താ അറിയോ, അവനോട് കുറെ പ്രാവശ്യമായി ഞാൻ പറയുന്നു, പക്ഷെ പറയണവന് മനസ്സിലാവില്ല തോന്നുന്നുണ്ട്. അതാണ്. അതെ, മലയാളികളെയൊക്കെ വൃത്തിയുള്ള അന്യ സംസ്ഥാന തൊഴിലാളികളുണ്ട്. അവരെ ആരെങ്കിലും നിർത്ത്. അല്ലാണ്ട് ഇജ്ജ് പറഞ്ഞാൽ മനസ്സിലാവില്ല അവനക്ക്, ഞാൻ പറഞ്ഞാൽ എനിക്കും മനസ്സിലാവില്ല വെച്ച് ഞാൻ ദിനങ്ങളൊക്കെ നിർത്തണത്. അതല്ല, അവൻ നന്നായി പണിയെടുക്കേണ്ട പയ്യനെ, അതുകൊണ്ടാണ് അവനെ നിർത്തുന്നത്. പണിയെടുക്കണ്ട്. അതെ, ഈ ചുറ്റൊന്ന് വൃത്തിയാക്കിയിട്ട് ഒന്ന് നിരത്ത്. എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് നിരത്തി വൃത്തിയാക്കി. ആ ടൈല് വരുന്നുണ്ട്. എന്നാ ശരി, എന്നാ ഞാൻ പോട്ടെ. നിന്റെ പണി കളയിറങ്ങിയിരിക്കണം ഒരുത്തൻ. 8 വീണ് പണ്ടാരം. അല്ല, പണിയൊക്കെ കഴിഞ്ഞ് ഇപ്പൊ 2 ആഴ്ച കൂടുമ്പോ ഒരു ഫംഗ്ഷൻ വെച്ചിട്ടേ അങ്ങോട്ട് കൂടണം. അങ്ങനെ ഈ വാടക വീട്ടിൽ അങ്ങോട്ട് മാറണം. അതന്നെ. അപ്പൊ ഞാൻ എന്തായാലും 18-ാം തീയതി ശേഷം അങ്ങോട്ട് വരുള്ളൂ കേട്ടോ. അപ്പൊ ഈ അറബീനെ കണ്ടിട്ടേ വിസയുടെ കാര്യം ഒന്ന് പറഞ്ഞേക്ക്. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. എന്താ യാത്രയൊക്കെ സുഖമായിരുന്നില്ലേ? യാത്രയൊക്കെ സുഖം.
ഞാൻ ഭയങ്കര ചൂടാവുന്നു ഇപ്പൊ അവിടെ അല്ലേ? ആ അപ്പൊ നല്ല ചൂട് സമയാ. ആ ഇത് ഈത്തപ്പഴം വഴക്കണ സമയല്ലേ ഇപ്പൊ? ആ എന്റെ സമയാണ് പൊടിക്കാറ്റ്. ഭയങ്കര കാറ്റല്ലേ? അപ്പൊ കോയക്കാ ആ പണിയൊക്കെ കണ്ട് കഴിഞ്ഞ് അല്ലേ? അതെ കണ്ടില്ലേ? ആ കണ്ട് ഞാൻ കണ്ടു. ഞാന് ശരിക്കും പറഞ്ഞാണ്ടല്ലോ നമ്മള് പണിയൊക്കെ കഴിഞ്ഞ് പിന്നെ ആ കായൊക്കെ ഒന്ന് കിണ്ണെങ്കിന്റെ പോയത് നമ്മള് 1-2 വർഷം അവരെ പിന്നാലെ നടക്കണം. ഇതിപ്പോ നിങ്ങളാണ് ഇതൊക്കെ കഴിഞ്ഞിട്ട് ഇന്നൊന്ന് വിളിപ്പിച്ച് കണക്ക് പറയാ പറയണേ. അപ്പൊ കോയക്ക നമ്മുടെ കോൺട്രാക്റ്റിൽ പെടാത്ത കുറച്ച് കണക്കുകൾ വന്നല്ലോ, നമ്മൾ ടൈൽസിന്റെ മരത്തിന്റെ ഒക്കെ. ആ മരത്തിന്റെ ഒക്കെ ആ എമൗണ്ട് ഒക്കെ കറക്റ്റ് ആണ്. അത് ഞാൻ നാളെ തന്നെ നിങ്ങളെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ. ആയിക്കോട്ടെ കുഴപ്പമില്ല. അല്ല ഇതൊക്കെ നമ്മള് നമ്മുടെ കരാറ് പ്രകാരം അല്ലാത്ത കുറച്ച് കണക്ക് ഞാൻ പറഞ്ഞു. കണക്കിൽ പെടാത്ത കുഴൽ കിണർ കുഴിച്ചത്, അതെ, പിന്നെ വില്ലേജ് ഓഫീസർക്ക് കൊടുത്തത്, അതെ, പിന്നെ വീട് പറമ്പ് വൃത്തിയാക്കിയതിന്റെ ഒക്കെ അത് 4,03,000 ആളുകൾ കാണിച്ചു അല്ലേ? അതില് എനിക്ക് ചെറിയൊരു അഭിപ്രായ വ്യത്യാസം ഉണ്ട് കോയക്ക. അത് അത്ര വരൂല. ഞാൻ എത്ര കണക്ക് കൂട്ടിയിട്ടും അതൊരു 2,01,000 വരുന്നുള്ളൂ. എന്തെങ്കിലും പറഞ്ഞേ, അത് ഞാൻ കറക്റ്റ് കണക്കാണ് നിങ്ങൾക്ക് അയച്ചേക്കണേ. കാര്യം ഞാനൊരു ഗൾഫുകാരനാ. പക്ഷേ ഈ ഗൾഫുകാരനെ വെച്ചിട്ട് ഇങ്ങനെയൊന്നും പിഴിയാൻ പാടില്ല. എന്തെങ്കിലും അങ്ങനെ സംസാരിക്കല്ലോ. അങ്ങനെ പറയില്ല. ഞാനൊക്കെ നാട്ടില് നമ്മളെ പേര് ഇവിടെ തന്നെയാണ് കോയക്ക. ഈ കുഴൽക്കിണറിന്റെ പണിക്ക് ഞാൻ കുറെ പോയതാ. നിങ്ങൾ ആ കണക്കില് കുഴൽക്കിണർ കുഴിക്കാൻ ഇങ്ങോട്ട പൈസ എത്രയെന്നറിയോ? 40,300 അല്ലേ? അതെ. പക്ഷെ ഇതിന് 25,000 ചെലവുള്ളൂ അല്ലേ? അല്ല നിങ്ങൾ സത്യസന്ധയെന്ന് പറയും. പിന്നെ വില്ലേജ് ഓഫീസർക്ക് നിങ്ങൾ കൊടുത്തെന്ന് പറഞ്ഞ എമൗണ്ട് 8,000 നിങ്ങൾ കാണിച്ചിരുന്നത്. നിങ്ങൾ അവിടെ കൊടുത്ത 3,000. അല്ല അത് 3,000 അല്ല 3,000 അല്ല 8,000. അല്ല കണക്കൊക്കെ എൻ്റെ കയ്യിലുണ്ട് കോയക്ക. ഇനി ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ ആ പഴയ വീട് പൊളിച്ച വാക്കിയാൽ നിങ്ങൾ ഇട്ട എമൗണ്ട് എത്രയാണെന്നറിയോ? 1,80,000. ഈ 1,80,000 ആ വീട് പൊളിക്കാൻ പറ്റില്ല. ഒരു 75 പണി അതുള്ളൂ. അല്ല കോയക്ക നിങ്ങൾ അതൊന്നും പറയരുത്. കാരണം എന്താ അറിയോ, ഞാൻ നാട്ടിലെടുക്കാത്ത പണിയൊന്നുമില്ല കോയക്ക. അപ്പൊ ഇന്നെപ്പോലെ ഒരാളെ നിങ്ങൾ ഇങ്ങനെ പറ്റിക്കാൻ പാടില്ല. ഞാൻ കറക്റ്റ് കണക്ക് നിങ്ങളോട് പറഞ്ഞു. കറക്റ്റ് കണക്കല്ല, തെളിവിന്റെ കയ്യിലുണ്ടല്ലോ. തെളിവ് വേണം നിങ്ങൾക്ക്. എന്ത് തെളിവ്? ആ തെളിവുണ്ട്. പ്യാരിലാൽ ആ കുഴപ്പമില്ല മുതലാളി, അത് ശരിയായി. അത് ബയർ വിറ്റ് കിടന്നതാണ്. ശരിയായി. ശരിയാ കത്തിയാ? ട്യൂബ് കത്തി. ധാരാളം വേണ്ട. ആ മുതലാളി കച്ചറബായി എന്നോടെ ട്യൂബ് കത്തുന്നില്ല പറഞ്ഞ് മുതലാളി വിളിച്ചപ്പോ ഞാനത് നോക്കാൻ വന്നതാണ്. ശരിയായി. ഈ വേറെ തെളിവിന്റെ ആവശ്യമൊന്നുമില്ലല്ലോ നിങ്ങൾക്ക് അല്ലേ? പറ്റിച്ച കാര്യം ചോദിച്ചല്ലേ, ഞാനെല്ലാം പറഞ്ഞ്. ഗരീബ് ആദ്മി അച്ഛ. മുതലാളിയുടെ പെങ്ങടെ വീടിന്റെ 2 നില വീടിന്റെ ബാർക്ക് എനിക്ക് തന്നിട്ടുണ്ട്. ദൂസര ആദ്മി 2 ആദ്മി പെരുമ്പാവൂരിന്റെ ബാരും ഞാൻ എടുത്ത ബാർക്ക് എടുത്ത്. ഇപ്പൊ ബനിയനൊക്കെ മാറ്റി ഷർട്ടൊക്കെ ആക്കി കോൺട്രാക്ടറായി. അപ്പൊ ഇനി ഇതില് വേറെ തെളിവൊന്നും വേണ്ടല്ലോ കോയ അല്ലേ? അല്ല ഇറങ്ങാൻ പറ്റേ. കോയക്കിന് ഞാൻ 2,01,000 തരാനുള്ളത്. അതിന്റെ കൂടെ നിന്റെ സന്തോഷത്തിന് ഒരു 20,000 കൂടുതൽ തരും. അത് മതി, കിട്ടണം മേടിച്ചോ കച്ചറാത്മി. പിന്നെ കോയ വല്ലാണ്ട് ആൾക്കാരങ്ങനെ പറ്റിക്കരുത്. ഈ പറ്റിക്കയുടെ കൈയൊക്കെ ഏതെങ്കിലും ആശുപത്രി കൊണ്ട് കൊടുക്കേണ്ടി വരും. ഓ ഭയങ്കര കച്ചറ ആദ്മി. പൈസ ഇല്ല, ഖാനായില്ല, സോയാക്കര പങ്കായില്ല. ദൂസര ആദ്മിയൊക്കെ പൈസ കച്ചറ പറ്റിക്കും. പേർലാൽ ഓ വേണ്ട മല്ലാലി, ഞാന് വേണ്ട മല്ലാലി. അതെ ഇപ്പൊ എൻ്റെ പെങ്ങളുടെ വീട്ടിലെ പണി തന്നു. ആ പണി വൃത്തിയായിട്ട് മര്യാദക്ക് ചെയ്താൽ ഇനിയും എൻ്റെ കുടുംബത്തിൽ ഒരുപാട് വീടിൻ്റെ പണിയുണ്ട്. അതൊക്കെ ഞാൻ നിനക്ക് തരും. സത്യസന്ധമായിട്ട് എടുക്കണം. എൻ്റെ മുതലാളിയെ പോലെ പറ്റിക്കരുത്. ഞാൻ സത്യസന്ധമായിട്ട് പണി ചെയ്യുള്ളൂ മുതലാളി. ഞാൻ പറ്റിക്കില്ല. ഞാൻ കോയല്ല, ഞാൻ പാരില്ല. മറിമായം